നമ്മൾ ഓരോ തവണ തെറ്റുകൾ ചെയ്യുമ്പോഴും അരുത് കുഞ്ഞെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമുക്ക് ചുറ്റും സംരക്ഷണം തീർക്കുന്ന ഒരു സംരക്ഷണ കവചമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കാവൽ മാലാഖമാരാണ്. പലപ്പോഴും നമ്മൾ അവരെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല. എങ്കിലും ഒരു പരിഭവങ്ങളും ഇല്ലാതെ അവർ നമ്മുടെ സംരക്ഷകരായി തുടരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ദിവസം നമ്മുടെ കാവൽ മാലാഖമാരെ കുറിച്ച് ഓർത്തുകൊണ്ടാകട്ടെ. ഹോളി ബീറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റാരെല്ലാം നമ്മളെ കൈവിട്ടാലും എൻ്റെ നാഥൻ എന്നെ കൈവിടുകയില്ല എന്ന വിശ്വാസത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ ഗാനം ആലപിക്കാനായി അനുഷ ചേച്ചി ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അനുഷ ചേച്ചിയെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ചേച്ചി. ഹായ്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴക്കാരിയാണല്ലേ? അതെ അതെ. ഇതിനു മുമ്പ് ഹോളി ബീറ്റ്സിൽ പാടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഹോളി ബീറ്റ്സിൽ വരുന്നത്. ഇതിനു മുമ്പ് പള്ളിയിൽ കൊയറിലൊക്കെ പാടിയിട്ടുണ്ടോ? ഞാൻ ചെറുപ്പം മുതലേ പള്ളി കൊയറിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ വന്ന് ഇവിടെ ഹോളി ബീറ്റ്സിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ എന്നുള്ള മനോഹരമായിട്ടൊരു പാട്ടാണ് പാടുന്നത്. ഈ പാട്ട് മുന്നേ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? പള്ളിയിൽ വളരെയധികം പ്രാവശ്യം പള്ളിയിൽ പാടിയിട്ടുണ്ട്. കൊയറിൽ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അത് കേട്ടപ്പോൾ തൊട്ട് നമുക്ക് ഒരു അഷ്വറൻസ് കിട്ടുന്നൊരു പാട്ടല്ലേ, ദൈവം നമ്മളെ എത്രത്തോളം കരുതുന്നു എന്നുള്ള. അപ്പോൾ അത് വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ് എൻ്റെ. അപ്പം കോൺഫിഡൻ്റ് ആണ്, ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ കംഫർട്ടബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞിലേ തൊട്ട് ഒരുപാട് പാടിയിട്ടുള്ള പാട്ടായതുകൊണ്ട് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. സന്തോഷം പാടുന്നതിൽ. അപ്പോൾ ചേച്ചി ഓൾ ദി ബെസ്റ്റ്, വളരെ നന്നായിട്ട് പാടാം. താങ്ക് യു. അപ്പം ചേച്ചിയുടെ ഈ മനോഹരമായ ഗാനം നമുക്ക് കാതോർക്കാം.
മറക്കുമോ? നമുക്ക് ഏതിടത്തും ഏതു നേരത്തുമുള്ള ഏക ആശ്രയം നമ്മുടെ ദൈവമാണ്. അവിടുന്നാണ് നമ്മുടെ നായകൻ. നമ്മുടെ ഏക ആശ്രയമായ നമ്മുടെ ഏക നായകനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് അടുത്തതായി ഹോളി ബീച്ചിൻ്റെ ഈ വേദിയിൽ. അതിനായി നമ്മുടെ ഡ്യുവറ്റ് പെർഫോമൻസിനായി അവരുടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ. ഹലോ. ഹായ്. നിങ്ങൾ ഏത് പാട്ടാണ് ഇന്നിവിടെ പാടുന്നത്? എനിക്ക് ഏത് നേരത്തിലും എനിക്ക് ഏതിടങ്ങളിലും എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഈ പാട്ട് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് പാടുന്നത്. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് ഒന്നിച്ച് ഡുവറ്റ് പാടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. അതെ. അപ്പം കോൺഫിഡൻ്റ് ആണ്? തീർച്ചയായിട്ടും. രണ്ടുപേരും വളരെ മനോഹരമായി പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏക നായകനായ ഏക ആശ്രയമായ ദൈവത്തെക്കുറിച്ചുള്ള ഈ മനോഹരമായ ഗാനം നമുക്ക് കാതോർക്കാം. എനിക്കേതു നേരത്തിലും
ക്രൂശിത രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ. ക്രൂശിതനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനവുമായി ഡേവിസ് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഡേവിസിനെ വളരെ സ്നേഹത്തോടെ ഹോളി ബീറ്റ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ഡേവിസ്. ഹായ്. ഡേവിസ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ BEdന് പഠിക്കുകയാണ്. ഇവിടെ നാട്ടിലാണോ അതോ? എറണാകുളത്ത്. വീട് എവിടെയാണ്? വീട് കണ്ണൂർ. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ഇന്നിവിടെ ക്രൂശിതനെ കുറിച്ചുള്ള ഒരു ഗാനമാണല്ലേ പാടുന്നത്? ഓ ക്രൂശിതനെ എന്ന് പറഞ്ഞിട്ടൊരു ഗാനമാണ് പാടുന്നത്. ദിവ്യകാരുണ്യ ഗാനമാണ്. ദിവ്യകാരുണ്യ ഗാനം. മുൻപ് ഈ പാട്ട് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? ഞാൻ പള്ളിയിൽ ദിവ്യകാരുണ്യ സമയത്ത് എപ്പോഴും പാടുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ഞാൻ നല്ല കോൺഫിഡൻറ്റും ആണ്. ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ? ഇല്ല, പാടിയിട്ടില്ല. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടും ഷാലോമിലെ ഏഞ്ചൽസ് വോയിസ് എന്ന് പറയുന്നൊരു പരിപാടിക്ക് ഞാൻ പാടിയിട്ടുണ്ട്. ഹോളി ബീറ്റ്സിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്, നല്ലോല പാടുക. താങ്ക് യു. ക്രൂശിതനെ കുറിച്ചുള്ള ഒരു ദിവ്യകാരുണ്യ ഗീതമാണ് ഡേവിസ് ഇന്ന് ഇവിടെ പാടുന്നത്. നമുക്ക് ഏവർക്കും മനോഹരമായ ആ ഗാനം ശ്രവിക്കാം. ക്രൂശിതനെ എന്നിൽ വന്നു വാഴണമേ, ഓ സ്നേഹനിധേ എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ, പാപിയാമെന്നിൽ. ഓ ക്രൂശിതനെ എന്നിൽ വന്നു വാഴണമേ, ഓ സ്നേഹനിധേ എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ, പാപിയാമെന്നിൽ. ദിവ്യകാരുണ്യമേ എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യസ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യസ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദൈവസ്നേഹം രൂപമായ ദിവ്യകാരുണ്യം, മർത്യനായി ദൈവമേകും ദിവ്യമാമന്ന. ദൈവസ്നേഹം രൂപമായ ദിവ്യകാരുണ്യം, മർത്യനായി ദൈവമേകും ദിവ്യമാം മന്ന. ജീവനിൽ അലിയുമേ ദൈവസ്നേഹാഗ്നി, ജീവനിൽ പടരണം ദിവ്യജ്വാലയാ. ദിവ്യകാരുണ്യമേ എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യസ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ
എന്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ജീവിതത്തിനുറവിടമാണി കൂദാശ, ജീവിതത്തിനുന്നതിയാണി കൂദാശ, ജീവിതത്തിനുറവിടമാണി കൂദാശ, ജീവിതത്തിനുന്നതിയാണി കൂദാശ, ജീവനായ മാർഗമായ ദിവ്യ കൂദാശ, ജീവിതത്തിൻ അർത്ഥമാണി കൂദാശ. ഓ ക്രൂശിതനെ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധേ, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ പാപിയാമെന്നിൽ. ദിവ്യകാരുണ്യമേ, എന്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ, എന്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ ഗാനമായ ഗ്രൂപ്പ് സോങ്ങുമായി ദൈവത്തെ പാടിപ്പുകർത്തുന്ന ഒരു മനോഹര ഗാനവുമായി നമ്മുടെ ക്യാൻഡിൽസ് ബാൻഡിലെ കൂട്ടുകാരെല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അവരുടെ ആ പാട്ട് കേൾക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും
ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമായി മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമായി മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഒരു പിടി മധുരഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കാനുമായി ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അടുത്ത ആഴ്ച വീണ്ടും മനോഹരമായ ഗാനങ്ങളുമായി ഞങ്ങൾ തിരികെ എത്തുന്നതാണ്. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാനുഗ്രഹങ്ങൾ നേരുന്നു. ബൈ.